എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടൈറ്റിലും തംബ്നെയിലും ഒക്കെ കണ്ട പോലെ തന്നെ രണ്ട് തരം ഉപ്പേരികളാണ്. ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി, തോരൻ, എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് പറയാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കപ്പ് ചെറുപയർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകി വൃത്തിയാക്കിയിട്ടാണ് കുതിർക്കാൻ വെച്ചത്. എന്നാലും ഒന്നുകൂടി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ വേവിക്കാൻ വയ്ക്കുകയാണ്. അത് ഒരു മീഡിയം ചൂടുവെള്ളമാണ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ കഴുകി വച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് അതിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി തിളച്ച് ഒന്ന് വെന്ത് വരട്ടെ. കുതിർത്തി വെച്ച ചെറുപയർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. കുറേ അധികം വേവൊന്നുമില്ല. കുക്കറിൽ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കുക്കറിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടില്ല. ചിലപ്പോൾ കുഴഞ്ഞു പോവും, ചിലപ്പോൾ തീരെ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ കുതിർത്തിയ ചെറുപയറാണെങ്കിൽ ഒരു സംശയം വേണ്ട. കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് തിളപ്പിച്ച് അടച്ചിടുക. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ പാകത്തിന് കുക്കായിട്ടുണ്ടാവും. തീ ഓഫ് ചെയ്തിട്ട് അടച്ചിടുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് ചെറുതാക്കി എരിഞ്ഞ ഇത് കായും കൂടിയതാണ്. അതായത് കൂടുതലും കായത്തൊലിയാണ്. ബാക്കി ഒരു പകുതി പീസ് മാത്രമേ കായുള്ളൂ കേട്ടോ. അത് ചെറുതാക്കി എരിഞ്ഞത്. അതായത് കായയുടെ പീസ് കുറേ വലുതായിട്ടും പയർ ചെറുതായിട്ടും ഇരിക്കുമ്പോൾ അതിനൊരു മാച്ചിങ് വരില്ല. അതുകൊണ്ട് തന്നെ രണ്ടും ഏകദേശം ചെറുതാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതവിടെ കിടന്ന് വേവണ സമയം കൊണ്ട് നമുക്കത് മൂപ്പിക്കാനുള്ള ഉള്ളി ഒരു 8-9 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ രണ്ടാമതിട്ട കായത്തോലിയും അതുപോലെ തന്നെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുള്ള നേന്ത്രക്കായയുടെ ഒരു പകുതി പീസും ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് അടച്ചിടാം. കാരണം ഇത് കൂടുതലായിട്ട് കുഴഞ്ഞു പോയാൽ അത്ര രസമില്ല. ഒന്ന് ഒലർന്നിരിക്കുന്ന ടൈപ്പിലാണ് ഈ ഉപ്പേരിയുടെ ടേസ്റ്റ് ഇരിക്കണത്. നമുക്കിത് കാച്ചാൻ വേണ്ടി ആവശ്യമുള്ള ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഉണക്കമുളക്, കറിവേപ്പില അത് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഉള്ളി എന്ന് പറഞ്ഞാൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും. അപ്പോൾ വെളുത്തുള്ളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചതച്ച മുളക് ഇടണമെന്ന് ഇഷ്ടമുള്ളവർക്ക് ചതച്ച മുളക് ഇട്ടാലും നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അത് തമ്മിലുള്ള മിക്സ് കറക്റ്റ് ആവാൻ വേണ്ടി കുറച്ച് നമ്മൾ തേങ്ങയും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. തീ കുറച്ച് വെച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പിടി തേങ്ങ ചിരകിയത് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. അതിൽ ആ ഉള്ളിയും മുളകും എരിവും ഉപ്പും എല്ലാം ഒരേപോലെ എല്ലാ ഭാഗത്തേക്കും മിക്സാക്കിയതിന് ശേഷം ഒട്ടും വെള്ളമില്ലാതെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും അതുപോലെ തന്നെ കായത്തൊലി, ഞാൻ പറഞ്ഞല്ലോ കായ ചെറുതാക്കി കട്ട് ചെയ്യുക. ആ കായത്തൊലി പിന്നെ നമ്മൾ ചെറിയ പീസസ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്യണത്. അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഒലർന്നിട്ട് കിട്ടും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിന് പകരം മറ്റേ പയറിട്ടിട്ട് കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ കിട്ടുന്ന ഒരു തോരൻ റെഡി. ഇനി നമ്മളുടെ ഒടിപ്പയറാണ്. ഒടിപ്പയറും കായും കൂടി വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ്. കാരണം ഇതിൻ്റെ മണി എടുത്തിട്ടും അതുപോലെ തന്നെ പയർ കൈ കൊണ്ട് ഒടിച്ച് കഴിഞ്ഞാൽ കത്തി കൊണ്ട് കട്ട് ചെയ്യണേക്കാളും കുറച്ചും കൂടിയും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എപ്പോഴും തലേദിവസം ചെയ്ത് വയ്ക്കുക. തലേദിവസം ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് നേരെ എടുത്ത് നന്നായി കഴുകി അങ്ങനെ കുക്കറിലിട്ടിട്ട് വേവിച്ച് പാചകം ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമുണ്ട്. രാവിലെ മാത്രമാണ് നമ്മൾ അതിലേക്ക് ചേർക്കാനുള്ള കായ കട്ട് ചെയ്യണുള്ളൂ. കാരണം കായ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കറ പിടിച്ച് അതൊരു ബ്ലാക്ക് കളറിലിരിക്കും. പിന്നെ അത് ഉപ്പൊക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും കായ കട്ട് ചെയ്യാൻ ഇപ്പോൾ അത്രയ്ക്കുള്ള സമയം ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് തന്നെയാണ് കായ കട്ട് ചെയ്തെടുക്കാറ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, ഇങ്ങനത്തെ ഉപ്പേരിയിലൊക്കെ ഉള്ളി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കൂടുതലിടുന്നതും കുറവിടുന്നതൊക്കെ നമ്മുടെ ഇഷ്ടം, ഉള്ളിയുടെ വില നിലവാരം അനുസരിച്ചിരിക്കും കേട്ടോ.
ഉള്ളി നമ്മൾ ചതച്ച് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഈ കായും പയറും രണ്ടും കൂടി നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വേവിച്ചിട്ടില്ല. കായയുടെ കറ ജസ്റ്റ് ഒന്ന് വല്ലാതെ കറ കളയൊന്നും വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ആ വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളി ചതയ്ക്കണ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മളവിടെ തണുപ്പ് വിടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം അരിഞ്ഞ് വെച്ചതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ പയറിൻ്റെ തണുപ്പൊക്കെ നന്നായി വിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പാത്രം തുറന്ന് വെച്ച് വേവിക്കണമെങ്കിൽ കുറച്ച് സമയം വേണം. ഇതിൻ്റെ മണിയൊക്കെ ഇത്രയും കൂടി ഹാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് കുക്കായി കിട്ടിയാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിലാണ് വേവിക്കണേ. കണ്ടോ, ഒരുപാട് മണിയെടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കായ കുറേ അധികം കനത്തിൽ വരിയേണ്ട, വല്ലാതെ നൈസായിട്ട് വരിയേണ്ട, ഒരു മീഡിയം തിക്നെസ്സിലായിട്ട് കായും അരിഞ്ഞു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഏത് ഉപ്പേരിക്കായാലും എന്തിനാണെങ്കിലും ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പിന്നീട് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഇതിലൊക്കെ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും വല്ല കഴുകിയെടുത്തിട്ടൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആ ഒരു സത്തൊക്കെ പോകില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഉപ്പ് കുറച്ചിടുക. പിന്നെ പല ഉപ്പിനും പല തരത്തിലുള്ള കനപ്പ് വ്യത്യാസത്തിലുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് ഇട്ടാൽ മതി. ഇനി അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സായി വരുന്ന വിധത്തിൽ നമ്മൾ കുക്കർ പിടിച്ചൊന്ന് മറച്ചു കൊടുക്കാം. അപ്പോൾ ഒരുവിധം എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ ഒരു വിസിൽ, നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ അപ്പുറത്ത് ഒരു ബർണറിൽ നമുക്ക് ഈ കുക്കർ വേവിക്കാൻ വയ്ക്കാം. ഇപ്പുറത്തെ ബർണറിൽ നമുക്ക് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ഉള്ളി മൂപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ആ ഉള്ളി നന്നായി മൂത്ത് വരാൻ അത്യാവശ്യം സമയം വേണം. ആ സമയം കൊണ്ട് ഈ കുക്കറിലെ വിസിലൊക്കെ പോയി നമുക്ക് തുറക്കാനുള്ള പരിവായിട്ടുണ്ടാവും. അപ്പോൾ അത് അപ്പുറത്തോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ചതച്ചെടുത്തിട്ടുള്ള ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഉള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വേവിച്ച് വെച്ചിട്ടില്ലേ, കുക്കറിൽ വേവിച്ച് നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കഷ്ണം എടുത്തിട്ട് അതിലെ ഉപ്പ് പാകമാണെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൽ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ മൂപ്പിക്കണ ഉള്ളി ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തേക്കും നമ്മൾ മിക്സ് ചെയ്ത് വരുന്നതിൻ്റെ ഒപ്പം ആ ഉപ്പും കൂടി മിക്സ് ആയിക്കോളും. അത്യാവശ്യം ഉള്ളി നല്ല മെറൂൺ കളറായി കഴിഞ്ഞപ്പോൾ കുറച്ച് ചതച്ച മുളകയിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. ഇതൊട്ടും കൂടുതലാവില്ല, കാരണം ആ പയറിൻ്റെ മണിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കുക്കായിട്ട് വരുമ്പോൾ അതിൽ അത്യാവശ്യം എരിവ് പിടിച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് മുളക് കൂടുതലിട്ട് കൊടുക്കണം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പയറും കായും കൂടി അതങ്ങ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വേവ് എന്ന് പറയുന്നത് ഒരൊറ്റ വിസിൽ, ചിലപ്പോൾ വിസിൽ വന്നില്ലെങ്കിൽ വരണേലും മുമ്പ് നമ്മളൊന്ന് ജസ്റ്റ് ഓഫ് ചെയ്തിട്ടാലും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇപ്പോൾ ഈ പയർ, അതായത് നമ്മൾ കഴുകി വാരിയിടുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ ആ ഒരു ക്വാണ്ടിറ്റി മാത്രം വെള്ളം വെച്ചിട്ടാണ്. നമ്മൾ കുറേ അധികം വെള്ളം ഒഴിച്ചാൽ ഒരു വിസിലടിക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് അങ്ങനെ അലിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ആ വാരിയിടുന്ന വെള്ളം മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ പുതിയ തുടക്കക്കാർക്ക് ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരാം.